നമ്മുടെ ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സെലിബ്രിറ്റി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണിത്. റെഗുലർ ബേസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഷെയ്ഡ് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഗൂഗിളിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ഹോം റെമഡീസ് എന്താ പറയുക പോപ്പുലർ ആവുന്നതിനേക്കാൾ മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ചില ഇൻഗ്രീഡിയൻസ് പുതുതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതൊക്കെ അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മുടെ സ്കിന്നിന് എന്താ പറയുക നല്ലൊരു എഫക്റ്റ് തരുന്ന, സ്കിന്നിന് എന്താ പറയുക ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്കും ഇഷ്ടമായി. പിന്നെ ഈ സെലിബ്രിറ്റീസൊക്കെ ഈ ഹോം റെമഡീസ് മാത്രമല്ല, അവർ എന്താ പറയുക ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ, ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ അവരുടെ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡെർമറ്റോളജിസ്റ്റ് വഴി പലതും അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഹോം റെമഡീസും ട്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. പിന്നെ ലൈവ് റിസൾട്ടൊക്കെ ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വായിക്കേണ്ട, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. നമുക്കാദ്യം ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ട എങ്ങനെ നോക്കാം. ഞാൻ ഇന്ന് വിചാരിച്ചു ഞാൻ പൊതുവേ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന്. കാരണം പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഞാൻ ഏത് ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ. പൊതുവേ ആയുർവേദ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. ഹെർബ് ടോണി എന്നുള്ള ബ്രാൻഡിൻ്റെ. നല്ലതാണ് കേട്ടോ, നല്ല പൗഡറുകളാണ്. ഞാൻ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടിയാണ്. നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡറാണ്, കെമിക്കൽസ് ഒന്നുമില്ല. അതിനുശേഷം നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. ഒരു 1/4 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞളാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ എമൗണ്ട് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. എന്താ പറയുക എരിച്ചിലും പുകച്ചിലൊന്നുമില്ല. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. പക്ഷേ ഓയിലി സ്കിന്നുകാർക്കാണ് നല്ലത്. നിങ്ങൾക്ക് പിമ്പിൾ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ആക്നി മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഒരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. അപ്പം ഞാനിവിടെ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് എടുത്തത്. നിങ്ങളുടെ അടുത്ത് വൈറ്റമിൻ ഇയുടെ ഓയിലായിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതില്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലായാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് തിളപ്പിക്കാത്ത പാലാണ്. അപ്പോൾ ഈ ഒരു പാക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായത്രയും പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ചന്ദനത്തിൻ്റെ പൊടി പൊതുവേ സ്കിന്നിനെ ഡ്രൈ ആക്കുന്നതാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഓക്കെയാണ്. കാരണം നമ്മൾ വൈറ്റമിൻ ഇയുടെ ഓയിലും പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കുന്നതാണ്. ഇനി ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് പാല് സ്കിപ്പ് ചെയ്യാം, റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. നോർമൽ സ്കിന്നാണെങ്കിൽ വെള്ളം ചേർത്തിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനായ ഫേസിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ടാനിനൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന, സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കൊടുക്കുന്ന ഒരു പാക്കാണ്. പിന്നെ നമ്മൾ റെഗുലറായിട്ട് ചന്ദനത്തിൻ്റെ പൊടി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സ്കിൻ ഷെയ്ഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. സ്കിന്നിലെ ടാനൊക്കെ പെട്ടെന്ന് മാറ്റിയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് കൊടുക്കുന്ന, നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കൊടുക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ നമ്മൾ റെഗുലർ ബേസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ഷെയ്ഡ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. പിന്നെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് വേനൽക്കാലത്ത് യൂസ് ചെയ്യാൻ നല്ലതാണ്. ചന്ദനത്തിൻ്റെ പൊടിയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടുകുരുവൊക്കെ വരുന്നത് കുറയും. പിന്നെ ആക്നി മാർക്സൊക്കെ ഉള്ളവരൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ പാക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു 3-4 തവണയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു പാക്കാണ്. ഡ്രൈ സ്കിന്നുകാർ ആഴ്ചയിൽ 2 തവണ അപ്ലൈ ചെയ്താൽ മതി. കാരണം സ്കിന്നിനെ ഇത് ഡ്രൈ ആക്കും. എക്സ്ട്രാ ഓയിലിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചന്ദനത്തിൻ്റെ പൊടി. സോ നമുക്ക് മിൽക്കൊക്കെ ആയിട്ട് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ തേനൊക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഞാനിത് ഏകദേശം 15 മിനിറ്റ് വെച്ചപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഒന്ന് തുടച്ച് മാറ്റുകയാണ് ഈ ഒരു പാക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കൂടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ലൈവായിട്ട് നമുക്കത് കാണാൻ പറ്റും എത്രമാത്രം ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ടെന്ന്. ഇതുപോലെ ചെയ്യാണ്ട് നിങ്ങൾക്ക് കുറച്ച് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് സ്ക്രബ് ചെയ്തിട്ടും ഈ ഒരു പാക്ക് കഴുകിക്കളയാം കേട്ടോ.
അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടും, ഫേസിന് നല്ലൊരു തിളക്കം കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. ഞാൻ ഫുൾ ഫേസ് ഇപ്പം കഴുകി ഒന്ന് പാഡറൈ ചെയ്തു. നല്ല ഡിഫറൻസ് ഉണ്ട് ഫേസിന്, ബ്രൈറ്റ്നെസ് ഒക്കെ കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്ലോയിങ് എഫക്റ്റ് ഒക്കെ കൂടി. പിന്നെന്താണ്, കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാക്കാണ്. പിന്നെ നമ്മളിത് റെഗുലർ ബേസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ സ്കിന്നിന്. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ്, അതായത് ചന്ദനത്തിൻ്റെ പൊടി ആയാലും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളായാലും ഒക്കെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ സ്കിൻ അങ്ങനെ ഡ്രൈ ആയിട്ടില്ല, നമ്മൾ പാലും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സ്കിൻ അത്ര ഡ്രൈ ആയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഡ്രൈ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അലോവേര ജെല്ലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യാം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നല്ലൊരു മോയ്സ്ചറൈസർ തന്നെ അപ്ലൈ ചെയ്യണം. ഓയിലി സ്കിൻ ആണെങ്കിൽ അലോവേര ജെല്ല് മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല മാറ്റമുണ്ട് എന്തായാലും. ഈ ഒരു പാക്കിൻ്റെ റിവ്യൂ ചെയ്തതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ, എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ട്രൈ ചെയ്യുന്നതായിരിക്കും, കാരണം ചന്ദനത്തിൻ്റെ പൊടിയൊക്കെ നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്ത് വരുന്നതാണ്, ഉപ്ടാനിലൊക്കെ യൂസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ മാറ്റങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം വരുന്ന ബെൽ ഐക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കാരണം ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.